കൊല്ലം ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ കണ്ടെത്തിയ ആശ്വാസത്തിലാണ് കേരളം. മനസാക്ഷി ഒലിക്കുന്ന സംഭവത്തിനൊടുവിൽ അമ്പരിപ്പിക്കുന്ന ട്വിസ്റ്റാണ് സംഭവിച്ചത്. 13 വയസ്സായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ആദ്യം വാർത്ത വന്നത്. എന്നാൽ പിന്നീട് വിവിധ ചാനലുകളിൽ 14ഉം 15ഉം വയസ്സ് വന്നു. എന്നാൽ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന പയ്യൻ പറയുന്നത് പെൺകുട്ടിക്ക് 18 വയസ്സായെന്ന്. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളാനും പയ്യൻ പറയുന്നു. അതേസമയം താൻ തട്ടിക്കൊണ്ടു വന്നതല്ലെന്നും ഇഷ്ടത്തോടെ വന്നതാണെന്നും താൻ ഒറ്റയ്ക്ക് എങ്ങനെ തട്ടിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പയ്യൻ ചോദിക്കുന്നത്. വാർത്ത വന്നതോടെ ഏറ്റവും അധികം സന്തോഷിച്ചത് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയാണ്. കാരണം ബിന്ദുവിനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതിനാലാണ് കേസ്. ജാമ്യമില്ലാത്ത പോക്സോ കേസിൽ ഇലക്ഷൻ ആയതിനാൽ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സായതിനാൽ ആ പൊല്ലാപ്പാണ് മാറിയത്. അതേസമയം കുട്ടിയുടെ പ്രായം സംബന്ധിച്ച് പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓച്ചിറയിൽ നിന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെയും യുവാവിനെയും കാണാതായ സംഭവത്തിൽ ഇരുവരെയും തേടിയുള്ള അന്വേഷണത്തിൽ പോലീസിനെ ചുറ്റിച്ചതും പിന്നീട് പിടിയിലായതും ഫോൺ വിളിയാണ്. 10 ദിവസത്തിനു ശേഷം ഇരുവരെയും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ഏറ്റവും ഒടുവിൽ ഇവർ നടത്തിയ ഫോൺ വിളിയാണ് മുംബൈയിലുണ്ടെന്ന് കണ്ടെത്താൻ കാരണമായത്. 2 ദിവസം മുൻപാണ് ഇവർ മഹാരാഷ്ട്രയിലെത്തിയത്. ഇരുവരും ആദ്യം ബാംഗ്ലൂരിലേക്കായിരുന്നു പോയത്. പ്രതി റോഷന്റെ കൂട്ടാളികളെ പിടിച്ച പോലീസ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുവരും ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് എടുത്തതായി കണ്ടെത്തി. ബാംഗ്ലൂരിൽ 2 ദിവസം താമസിച്ച ശേഷം രാജസ്ഥാനിലേക്കാണ് പോയത്. അവിടെ നിന്നുമാണ് മഹാരാഷ്ട്രയിലെത്തുന്നത്. ഫോൺ ഒഴിവാക്കിയതാണ് ഇവരെ കണ്ടെത്താൻ പോലീസ് ഏറെ ബുദ്ധിമുട്ടിയത്. അപ്പോൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ഫോൺ ഉപയോഗിച്ചാണ് ഇവർ നാട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നത്. ബൈക്ക് വിറ്റ് കിട്ടിയ 80,000 രൂപയുമായിട്ടാണ് ഇവർ യാത്ര ചെയ്തത്. അവസാനം സഞ്ചരിച്ച ഒരു ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വിളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്നും കണ്ടെത്തിയത്. ഈ മാസം 18-ന് രാത്രിയാണ് ഓച്ചിറയിൽ നിന്ന് 13-കാരിയായ നാടോടി പെൺകുട്ടിയെ മുഹമ്മദ് റോഷനും സംഘവും തട്ടിക്കൊണ്ടുപോയത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റിരുന്ന രാജസ്ഥാൻ കുടുംബത്തെ വഴിയരികിലെ ഷെഡിൽ അതിക്രമിച്ചു കയറി അച്ഛനമ്മമാരെ തള്ളിയിട്ട ശേഷമാണ് മുഹമ്മദ് റോഷനും സംഘവും കടത്തിയത്. ആദ്യം കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് നാട്ടുകാർ കൂട്ടത്തോടെ സ്റ്റേഷനിലെത്തി ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് സംഭവത്തിൽ ഇടപെട്ടത്. ഒടുവിൽ കേസന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കേരളത്തിനകത്തും പുറത്തും രാജസ്ഥാനിലുമെല്ലാം പോലീസ് എത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഒരു മാസമായി ഓച്ചിറ വലിയകുളങ്ങര പ്രദേശത്താണ് രാജസ്ഥാനിൽ നിന്നുള്ള കുടുംബം കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.